പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു ദേവൻ ഒരു മനുഷ്യനോട് മുന്നറിയിപ്പ് നൽകുന്നു എന്ന്. വലിയൊരു പടവ് നിർമ്മിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. തുടർന്ന് ലോകത്തെ നശിപ്പിക്കുന്ന ഒരു പ്രളയം ഉണ്ടാകുന്നു. ഈ കഥ പിന്നീട് പല സംസ്കാരങ്ങളും കാണപ്പെടുന്നു. ഉദാഹരണത്തിന് എപ്പിക് ഓഫ് ഗിൽഗമേഷ്, ബുക്ക് ഓഫ് ജെനിസിസ്, ഈ പറയുന്ന രണ്ട് തരത്തിലുള്ളത്. അതുകൊണ്ട് സുമേറിയൻ പുരാണങ്ങൾ പിന്നീട് വന്ന മത ഗ്രന്ഥങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ചില ഗവേഷകരൊക്കെ അങ്ങനെയായിരുന്നു കരുതിക്കൊണ്ടിരുന്നത്. കളിമൺ ഫലങ്ങളുടെ കണ്ടെത്തൽ 1800കളിൽ പുരാതന വസ്തുശാസ്ത്രജ്ഞർ മെസപ്പൊട്ടാമിയയിൽ ഒരു ഖനനം നടത്തിയിരുന്നു. അവർ ആയിരക്കണക്കിന് കളിമൺ ഫലങ്ങൾ കണ്ടെത്തി. അവയിൽ നിയമങ്ങൾ, വ്യാപാര രേഖകൾ, രാജാക്കന്മാരുടെ വിവരങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിരുന്നു. ഇവ വായിച്ചപ്പോഴായിരുന്നു അനുനാഗികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടും ലോകശ്രദ്ധ നേടിയിരുന്നത്. അനുനാഗികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അന്യഗ്രഹ ജീവികളുടെ സിദ്ധാന്തം, അതും തമ്മിലുള്ള വ്യത്യാസം, അതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് അപ്പോഴായിരുന്നു ഒരു ബോധം വന്നിരുന്നത്. ഇപ്പോൾ ഏറ്റവും വിവാദപരമായ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. 1970കളിൽ സിച്ചാറിയ സ്റ്റിച്ച്, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് നിങ്ങൾ ഇത് പറഞ്ഞു എന്ന എഴുത്തുകാരൻ ഒരു പുതിയ ആശയം അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അനുനാഗികൾ ദേവന്മാരല്ല, അവർ അന്യഗ്രഹ ജീവികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിബുരു എന്ന ഗ്രഹത്തിൽ നിന്നും വന്നിരുന്നതായിരുന്നു. അവർ ഭൂമിയിൽ സ്വർണ്ണ ഖനനം ചെയ്തിരുന്നു, മനുഷ്യരുടെ ജീനുകൾ മാറ്റിയിരുന്നു, പിന്നെ അതുപോലെ തന്നെ മനുഷ്യരെ തൊഴിലാളികളാക്കിയിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അയാൾക്ക് ഒരുപാട് പുരസ്കാരം കിട്ടി. അങ്ങനെ അയാൾ ലോകത്തിൽ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നു, ലോകം മൊത്തം പ്രചരിച്ചിരുന്നു. നിബുരു എന്ന ഗ്രഹത്തിനെ കുറിച്ച് എന്തായിരിക്കുമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. സ്റ്റിച്ചിൻ്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് ഈ പറയുന്ന നിബുരു. ഈ സ്റ്റിച്ചിൻ്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് ഈ പറയുന്ന നിബുരു എന്ന ഗ്രഹം. ഇത് ഈ നിബുരു എന്ന ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ ചുറ്റിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രഹമാണ്. മനസ്സിലായോ? അത് വളരെ ദൈർഘ്യമേറിയ ഭ്രമണഭാഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന അനുനാഗികൾ രൂപം കൊണ്ടതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതുവരെ ഒരു ദൂരദർശിനിയോ അല്ലെങ്കിൽ ഒരു ബഹിരാകാശ ദൗത്യവും അല്ലെങ്കിൽ ഒരു ജ്യോതിശാസ്ത്രവും ഇതുവരെ ഒരു തെളിവും അങ്ങനെ ഒരു ഗ്രഹമുണ്ടായിരുന്നു, അത്തരത്തിലൊരു ഗ്രഹമുണ്ടായിരുന്നു എന്ന ഒരു തെളിവും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ സയൻറ്റിസ്റ്റുകാരൊക്കെ എന്നേ അറിയേണ്ടിയിരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ അങ്ങനെ നിബുരു എന്ന് പറയുന്നൊരു ഗ്രഹം ഉണ്ടായിരുന്നു എന്നത് അയാൾ കള്ളം പറഞ്ഞിരുന്നത്? കള്ളമാണോ എന്ന് എനിക്കറിയില്ല. ശാസ്ത്രലോകത്തിൻ്റെ നിലപാട് എന്താണ്? ചരിത്രകാരന്മാർ പറയുന്നത് അനുനാഗികൾ സുമേറിയൻ പുരാണ